അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ഒപ്പുവെച്ച ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവിന് തിരിച്ചടി. സിയാറ്റിനിലെ ഫെഡറൽ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു. 14 ദിവസത്തേക്കാണ് തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഉത്തരവ് ഭരണഘടനാ ലംഘനമാണെന്ന് ഫെഡറൽ ജഡ്ജ്. വിവരങ്ങളുമായി ബനിഷ ബാബു ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ബനിഷ, അധികാരത്തിലേറി അധികം നാളായിട്ടില്ല. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ട്രംപിനുണ്ടാകുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേ? ആതിര, US മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും US പൗരത്വം നൽകുന്നതാണ് അമേരിക്കയിലെ 14ാം ഭേദഗതി, ഭരണഘടനയുടെ 14ാം ഭേദഗതി. എന്നാൽ ഇതിന് മറികടന്നുകൊണ്ടായിരുന്നു ട്രംപ് അധികാരമേറ്റ ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭരണഘടനയുടെ നഗ്നമായ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സിയാറ്റിനിലെ ഫെഡറൽ കോടതി ട്രംപിന്റെ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ നൽകിയിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ സ്റ്റേ കോടതി അനുവദിച്ചത്. ജന്മാവകാശ പൗരത്വത്തിൽ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ സിവിൽ റൈറ്റ്സ് സംഘടനകളും ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളും കോടതിയെ സമീപിക്കുകയായിരുന്നു. ട്രംപിന്റെ അനധികൃത കുടിയേറ്റ നയത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജന്മാവകാശ പൗരത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് ട്രംപ് നീങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ട്രംപ് ആദ്യ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ജന്മാവകാശ പൗരത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറക്കിയത്. ഇതിനെല്ലാം തിരിച്ചടിയാവുകയാണ് നിലവിലെ ഫെഡറൽ കോടതിയുടെ ഉത്തരവ്. ആതിര, എന്തായാലും ട്രംപിന് കനത്ത തിരിച്ചടിയാണ്. ഈ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ഉത്തരവിനാണ് ഇപ്പോൾ സ്റ്റേ ലഭിച്ചിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് സ്റ്റേ നൽകിയിരിക്കുന്ന. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബനിഷ ബാബു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.